ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വന്യ ജോസഫ് റമ്പാച്ചൻ, അതുപോലെ തന്നെ ഞാൻ ഗുരുതുല്യനായി കാണുന്ന വന്യനായ ഔഗേൻ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ഡാനിയൽ അച്ഛൻ, മാത്തായിക്കുട്ടി അച്ഛൻ, കർത്താവിൽ അനുഗ്രഹമുള്ള പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരല്പം ഭയത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഈ ദൈവസന്നിധിയിൽ ഇവിടെ നിൽക്കുന്നത്. ഒന്ന് റമ്പാച്ചൻ ഓർമ്മിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് വൈദികനാകണമെന്ന ആഗ്രഹത്തോടു കൂടി കാലം ചെയ്ത അഭിവന്യ ദിയസ്കോറോ സിരിമേനിയുടെ അരികിലേക്ക് ഞാൻ പോയി. അന്ന് തിരുവനന്തപുരം അരമനയിൽ എന്നോട് താമസിക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ ചുമതല അന്ന് നൽകിയത് വന്യ ഔഗേൻ റമ്പാച്ചൻ, അന്ന് സൈമണച്ചനായി ഇരിക്കുന്ന ആ ഒരു കാലമാണ്. വർഷങ്ങൾ അതിനുശേഷം ധാരാളം കടന്നുപോയി. വളരെ അവിചാരിതമായാണ് ഇവിടെ വന്ന് ഇന്ന് ദൈവവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഒരു വലിയ അവസരം ലഭിച്ചത്. എന്നെ പ്രത്യേകമായിട്ട് ഓർത്ത് ക്ഷണിച്ച വന്യ റമ്പാച്ചനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, എന്താണ് ധ്യാനം എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത് ദൈവസന്നിധിയിൽ അല്പസമയം ധ്യാനിക്കുവാനാണ്. എന്താണ് ധ്യാനം? ധ്യാനമെന്ന് പറയുന്നത് വേർതിരിക്കലിൻ്റെ അവസ്ഥയാണ്. എ ടൈം ഫോർ ഡിറ്റാച്ച്മെൻറ്റ്. ലോക ചിന്തകളിൽ നിന്നും, ലൗകിക ചിന്തകളിൽ നിന്നും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സാഹചര്യങ്ങളിൽ നിന്നും അല്പസമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അവസരമാണ് ധ്യാനം എന്ന് പറയുന്നത്. നാം കടന്നു വന്നിട്ടുള്ള ജീവിത വഴികളെ അല്പസമയം മാറി നിന്നുകൊണ്ട് ശാന്തമായി വീക്ഷിക്കുവാൻ, മാറി നിന്ന് നമ്മൾ പലപ്പോഴും മറ്റു കാര്യങ്ങൾ വീക്ഷിക്കാറുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തെ നാം എത്തി നോക്കാറുണ്ട്. എന്നാൽ അല്പസമയം ശാന്തമായിരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുവാൻ ദൈവം തരുന്ന ഒരു വലിയ അവസരമാണ് ധ്യാനത്തിൻ്റെ അവസരം എന്ന് പറയുന്നത്. ഈ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വഴിതെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനും നമ്മുടെ പാതകളെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് ലഭിക്കുന്ന അവസരമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഒരു വലിയ ആചാര്യൻ ഒരു കഥ പറഞ്ഞത് ഓർമ്മയിലേക്ക് വരികയാണ്. ഒരു മീൻപിടുത്തക്കാരൻ, അയാൾ എല്ലാ ദിവസവും അതിരാവിലെ കടൽക്കരയിൽ പോകും. ആദ്യം തന്നെ തൻ്റെ വള്ളവുമായി അയാൾ മീൻ പിടിക്കാൻ പോകും. പതിവ് പോലെ അന്നത്തെ ദിവസവും അയാൾ അതിരാവിലെ മീൻ പിടിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നു. എന്നാൽ അയാൾ കടൽ തീരത്ത് ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് സൂര്യൻ ഉദിച്ചിട്ടില്ല. കുറച്ചു സമയം അവിടെ കാത്തു നിൽക്കണം, എങ്കിൽ മാത്രമേ ഇരുളുമാറി വെളിച്ചത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ. അയാൾ സമയം പോകുവാൻ തക്കവണ്ണം അവിടെ കണ്ട ഒരു പാറയുടെ മറവിൽ അദ്ദേഹം അങ്ങനെ ഇരുന്നു. തിരമാലകൾ ഇങ്ങനെ അദ്ദേഹത്തെ കാലുകളെ തഴുകുന്നുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി, തൻ്റെ കാലുകളിൽ എന്തോ തട്ടുന്നുണ്ടല്ലോ. ഇരുട്ടായതുകൊണ്ട് ഒന്നും വ്യക്തമാകുന്നുമില്ല. അദ്ദേഹം തപ്പി നോക്കിയപ്പോൾ കുറച്ച് കല്ലുകൾ പോലെ എന്തോ അത് തിരമാലകൾ കൊണ്ട് തൻ്റെ കാലിൽ കൊണ്ടുവന്ന് മുട്ടിക്കുകയാണ്. അദ്ദേഹം നോക്കിയപ്പോൾ കുറേ കല്ലുകൾ അവിടെയുണ്ട്. വെറുതെ കയ്യിലെടുത്തു. സമയം പോകുവാൻ അദ്ദേഹം എന്തു ചെയ്തു? ഈ കല്ലുകൾ കടലിലേക്ക് തിരികെ എറിയുവാൻ തുടങ്ങി. കുറെ സമയം കടന്നുപോയി. ഒടുവിൽ അവസാനത്തെ കല്ലും അദ്ദേഹം എടുത്തു. അദ്ദേഹം എറിയുവാൻ തക്കവണ്ണം ഓങ്ങിയപ്പോൾ
നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു. കയ്യിലെ കല്ലിനെന്തോ തിളക്കം. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അത് വിലയേറിയ ഒരു പവിഴമായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം നിന്നുപോയി. അദ്ദേഹം വലിയ വായിൽ കരഞ്ഞു. ദൈവമേ, എത്ര വിലയേറിയ പവിഴങ്ങൾ നീ എനിക്ക് തന്നു, പക്ഷെ ഞാൻ അതെല്ലാം എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞല്ലോ. അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാതെ അയാൾ അവിടെ നിന്ന് കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരാശ്വാസം തോന്നി. സാരമില്ല, എല്ലാം എറിഞ്ഞു കളയുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചല്ലോ, അതുകൊണ്ട് എല്ലാം പോകുന്നതിന് മുമ്പ് ഒരെണ്ണമെങ്കിലും എൻ്റെ കയ്യിൽ ബാക്കി വന്നല്ലോ. അയാൾ തനിക്ക് ലഭിച്ച ആ പവിഴവുമായി സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി എന്നതാണ് കഥ. ഇത് ധ്യാനത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവം ധാരാളം പവിഴങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. വിലയേറിയ അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട്, സൂര്യൻ ഉദിച്ച അനുഭവമില്ലാത്തത് കൊണ്ട്, അന്ധകാരത്തിൻ്റെ അനുഭവമായതുകൊണ്ട് അതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയായിരുന്നു. എന്നാൽ അവസാന ഭാഗത്ത് പറയുന്നത് പോലെ എല്ലാം നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ തരുന്ന അനുഭവമാണ് ധ്യാനത്തിൻ്റെ അനുഭവം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നന്മകൾ, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ദൈവിക അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടപ്പെടുത്തിയിട്ടുള്ള അവസരങ്ങൾ, ഇവയെല്ലാം പൂർണ്ണമായി നമ്മിൽ നിന്ന് അകന്നു പോകുന്നതിന് മുമ്പ് ഒരു തിരിച്ചറിവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരു വലിയ അനുഭവമാണ് ധ്യാനത്തിൻ്റെ അനുഭവം. സാധാരണ പറയാറുണ്ട്, ധ്യാനത്തിന് 3 കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് സൈലൻസ് ആണ്, നിശബ്ദതയാണ്. നിശബ്ദത എന്ന് പറഞ്ഞാൽ വാച്യമായ നിശബ്ദത. സംസാരിക്കുന്നില്ല, പക്ഷേ ദൈവശബ്ദം നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നു. ധ്യാനത്തിന് അത്യാവശ്യമായ കാര്യം സൈലൻസ് ആണ്. രണ്ടാമത് വേണ്ട കാര്യം സ്റ്റിൽനെസ് ആണ്, അതായത് ഏകാഗ്രതയാണ്, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പതറിപ്പോകും. പല മേഖലകളിലേക്ക് നമ്മുടെ മനസ്സ് പറന്നു പോകും. നമ്മുടെ വീട്ടിലെ കാര്യം, നമ്മുടെ ദൈനംദിന കാര്യം, നമ്മുടെ നാളത്തെ ജീവിതത്തിലെ കാര്യം, പല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പതറിപ്പോകും. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവ് ഇത് ധ്യാനത്തിന് ആവശ്യമാണ്. മൂന്നാമത് വേണ്ടത് സോളിറ്റ്യൂഡാണ്, അതായത് ഏകാന്തതയാണ്. ദൈവവും ഞാനും മാത്രമാകുന്ന ചില നിമിഷങ്ങൾ. ഇതാണ് ധ്യാനത്തിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ. ആഴ്സീനസ് എന്ന് പറയുന്ന ഒരു വലിയ ഗുരു, ആബോ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകൾ ഇങ്ങനെയാണ്: സംസാരിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. സംസാരിച്ചു പോയ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ മൗനമായിരുന്നതിനെ കുറിച്ച് എനിക്ക് ഒരിക്കൽ പോലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. സംസാരിച്ചു പോയ കാര്യത്തെപ്പറ്റി എനിക്ക് പലതവണ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ മൗനമായ കാര്യത്തെപ്പറ്റി, മൗനമായിരുന്ന സാഹചര്യങ്ങളെപ്പറ്റി എനിക്ക് ഒരിക്കൽ പോലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. കർത്താവിൽ പ്രിയമുള്ളവരെ, ധ്യാനത്തിൻ്റെ അനുഭവം ഇതാണ്. നമ്മൾ അധികമൊന്നും സംസാരിക്കുന്നില്ല, മറിച്ച് നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ഹൃദയങ്ങളെ ഒരുക്കാം. വേദഭാഗത്തിൽ ശമൂവേൽ ബാലന്റെ അരികിൽ യഹോവയായ ദൈവം വിളിക്കുമ്പോൾ ശമൂവേൽ യഹോവയോട് മറുപടി പറയുന്നുണ്ട്: യഹോവേ, കൽപ്പിക്കണമേ, അടിയൻ കേൾക്കുന്നു. യഹോവേ, കൽപ്പിക്കണമേ, അടിയൻ കേൾക്കുന്നു. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധമായ 3 നോമ്പിൻ്റെ ഈ 3-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സുകളിലേക്ക് നൽകുന്ന കാര്യങ്ങൾ, അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധയോടെ കേൾക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം
ഹോശേയയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പ്രവാചകൻ അരുളി ചെയ്യുന്നു, വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ഹോശേയ ദീർഘദർശിയുടെ വാക്കുകളാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. ഹോശേയ പറയുന്നു, കം ലെറ്റ് us return to the Lord. വരുവിൻ, നമുക്ക് യഹോവയുടെ അരികിലേക്ക് മടങ്ങിപ്പോകാം. കർത്താവിൽ പ്രിയമുള്ളവരെ, BC 790-നും 749-നും ഇടയ്ക്ക് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ഹോശേയ പ്രവാചകൻ. യെശയ്യാവിൻ്റെയും മീഖായുടെയും ആമോസിൻ്റെയും യോനയുടെയും സമകാലികനായി ഇസ്രായേൽ രാജ്യത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് ഹോശേയ പ്രവാചകൻ. ഹോശേയോട് ദൈവം കൽപ്പിക്കുന്നുണ്ട്, നീ ദുർനടപ്പുകാരിയായ ഗോമറിനെ വിവാഹം ചെയ്യുക. ഇത് കേട്ട് ഹോശേയ ഗോമറിനെ വിവാഹം ചെയ്യുന്നു. നമ്മൾ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അതൊരു പ്രതീകമാണ്. അതായത് വഴിതെറ്റിപ്പോയ ഇസ്രായേൽ ജനതയെ, യാതൊരു യോഗ്യതയുമില്ലാത്ത ഇസ്രായേൽ ജനതയെ യഹോവ തള്ളിക്കളയാതെ ചേർത്തുകൊള്ളുന്നു എന്ന് ജനത്തെ കാണിക്കുവാൻ തക്കവണ്ണമാണ് ഹോശേയ അപ്രകാരം ചെയ്യുന്നത്. അപ്പോൾ ദൈവം കൽപ്പിക്കുന്നത് തൻ്റെ ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകനാണ് ഹോശേയ പ്രവാചകൻ. പ്രവാചകന്മാരെ പറ്റി സാധാരണ പറയുന്നത്, പ്രോഫറ്റ് ഈസ് എ മാൻ ഓഫ് ഫിയർലെസ്, ഫെയിംലെസ് ആൻഡ് സെൽഫ്ലെസ് മാൻ എന്നുള്ളതാണ്. ഒരു പ്രവാചകൻ ഭയമില്ലാത്ത, പ്രശസ്തി ആഗ്രഹിക്കാത്ത, തന്നെ പറ്റി ചിന്തിക്കാത്ത ഒരു മനുഷ്യനാണ് ഒരു പ്രവാചകൻ എന്ന് പറയുന്നത്. ദൈവം കൽപ്പിക്കുന്നത് എന്താണോ അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്ന ഒരു മനുഷ്യനായിട്ടാണ് പ്രവാചകന്മാരെ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ യോനയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോന അല്പം വ്യത്യസ്തനായ ഒരു പ്രവാചകനാണെന്ന് കാണാൻ തക്കവണ്ണം കഴിയും. നമുക്കറിയാം, എല്ലാ വർഷങ്ങളിലും നമ്മൾ യോനയുടെ ചരിത്രം കേൾക്കാറുണ്ട്. വീണ്ടും 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 യോന പ്രവാചകന്റെ ജീവിത ചരിത്രം നമ്മൾ കേൾക്കുകയാണ്. കൊച്ചു നാളുകളിൽ നമ്മൾ ആദ്യം പഠിച്ച കഥകളിൽ ഒന്നാണ് ഈ യോന പ്രവാചകനെയും അദ്ദേഹത്തെ വിഴുങ്ങിയ മത്സ്യത്തിന്റെയും കഥ എന്ന് പറയുന്നത്. എന്തിനാണ് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ആവർത്തിക്കുന്നത്? പിതാക്കന്മാർ പറയുന്നു, ആവർത്തനത്തിലൂടെയാണ് അനുതാപം ഉണ്ടാകുന്നത്. ആവർത്തനത്തിലൂടെയാണ് അനുതാപം ഉണ്ടാകുന്നത്. യോന അല്പം വ്യത്യസ്തനായ ഒരു പ്രവാചകനായിരുന്നു. നമുക്കറിയാം, യോനയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവാചകനായി യോനയെ നമുക്ക് കാണാം. ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു പ്രവാചകനായി യോനയെ കാണാൻ കഴിയും. അനുസരണക്കേടിന്റെ പ്രവാചകനായി യോനയെ കാണാൻ കഴിയും. ദൈവത്തിന്റെ ദയവിനെ അസഹിഷ്ണുതയോടെ കാണുന്ന പ്രവാചകനായി യോനയെ കാണാൻ കഴിയും. അങ്ങനെ അല്പം വ്യത്യസ്തനായ ഒരു പ്രവാചകനായിട്ടാണ് നമ്മൾ യോനയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. എന്നാൽ യോനയുടെ പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണ്: നീ അനുതപിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും എന്നതാണ് യോനയുടെ പുസ്തകം മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. എൻ്റെയും നിന്റെയും ജീവിതത്തിൽ നമ്മൾ അനുതപിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ് യോന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്.
നമ്മൾ ഈ 3 ദിവസം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വേർതിരിക്കപ്പെട്ട ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ മറ്റ് ദിവസങ്ങൾ പോലെയല്ല. നമ്മൾ നമ്മളെ തന്നെ നോക്കുവാനും ആത്മശോധന ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിന്റെ അനുഭവം ഉണ്ടാക്കുവാനും ദൈവം തരുന്ന ഒരു വലിയ അവസരമായി നമുക്കിത് മാറ്റാം. റിട്രീറ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മടങ്ങി വരിക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക എന്നുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് നോമ്പിന്റെ 3-ാമത്തെ ദിവസമാണ്. ഈ 3 നോമ്പിന്റെ 3-ാമത്തെ ദിവസമാണ്. നമ്മൾ വേദപുസ്തകം പരിശോധിച്ചു നോക്കുമ്പോൾ 3-ാമത്തെ ദിവസത്തിന് വേദപുസ്തകത്തിൽ ചില പ്രത്യേക അർത്ഥമുണ്ട്, ചില തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. 3-ാം ദിവസം എന്ന വാക്കിന് വേദപുസ്തകത്തിൽ പുതിയ ജീവന്റെ ഒരു അർത്ഥമാണ് ഉള്ളത്. പ്രതീക്ഷയുടെ അവസാന തുടിപ്പുകൾ സാധ്യമാകുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്താ വിഷയത്തിൽ ഹോശയ്യ ആദ്യം നമ്മോട് പറയുന്നതും അത്തരത്തിലൊരു വാക്കാണ്. 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 2 ദിവസം കഴിഞ്ഞ് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. കർത്താവിൽ പ്രിയമുള്ളവരെ, 3-ാം ദിവസത്തിന് ഒരു ചിന്തകൻ പറയുന്നത് 3-ാം ദിവസം അത് ദൈവത്തിൻ്റെ ദിവസമാണ് എന്നതാണ്. 3-ാമത്തെ ദിവസം അത് ദൈവത്തിൻ്റെ ദിവസമാണ് എന്നതാണ്. ഞാൻ അല്പസമയം കൊണ്ട് വേദപുസ്തകത്തിലെ ചില 3-ാം ദിവസങ്ങളിൽ ദൈവം ഇടപെടുന്ന ചില അനുഭവങ്ങൾ, ആ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് ഈ നോമ്പിന്റെ 3-ാം ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന ഒരു അന്വേഷണത്തിനാണ് ഞാൻ ശ്രമിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരുപാട് 3-ാം ദിവസത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്. അതിൽ ചില സംഭവങ്ങൾ മാത്രം ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ 3-ാം ദിവസത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്? എന്താണ് ഈ 3-ാം ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒന്നാമത്, 3-ാം ദിവസത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ ലഭിക്കുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വാക്കുകളിൽ നമുക്ക് പരിചിതമായ ഒരു സംഭവമുണ്ട്. യേശു തമ്പുരാൻ ബാലനായിരുന്നപ്പോൾ അവന്റെ അപ്പനോടും അമ്മയോടും കൂടെ ചേർന്ന് യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി. സംഭവം നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. പെരുന്നാൾ കഴിഞ്ഞു. അവന്റെ അപ്പനും അമ്മയും ഊഹിച്ചു യേശു തങ്ങളോട് കൂടെ ഉണ്ടെന്ന്. എന്നാൽ ഒടുവിൽ അവർ തിരിച്ചറിയുന്നു, തങ്ങളുടെ കൂടെ തിരികെ വരുമ്പോൾ യേശു ഇല്ല. അവർ യേശുവിനെ അന്വേഷിക്കുന്നു. നമുക്കറിയാം, തിരക്ക് നിറഞ്ഞ സ്ഥലത്ത് ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയെ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ നമുക്കറിയാം. അവർ യേശുവിനെ അന്വേഷിച്ചു. 3-ാം ദിവസം അവർ യേശുവിനെ കണ്ടെത്തി. എവിടെ കണ്ടെത്തി? ദേവാലയത്തിൽ ശാസ്ത്രിമാരോടും പരീശന്മാരോടും പുരോഹിതന്മാരോടും വാദിക്കുന്ന ബാലനായ യേശുവിനെ അവർ കണ്ടെത്തി. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ ലഭിക്കുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. അങ്ങനെയെങ്കിൽ കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ? എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്? നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മക്കൾ, നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതം, നഷ്ടപ്പെട്ടു പോയ എൻ്റെ ദൈവം, നാം ഇതൊക്കെ ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഈ മാതാപിതാക്കളിൽ 99% പേരും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കടന്നു വന്നിരിക്കുന്ന ഭൂരിപക്ഷം പേരോടും അന്വേഷിച്ചാൽ അവരൊക്കെ പറയും, ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വഴിതെറ്റിപ്പോയ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ,
മദ്യപാനിയായ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തെ ഓർത്ത് കരയുവാൻ. എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയുവാനില്ല. എനിക്ക് അത് തരണമേ ഇത് തരണമേ എന്നൊന്നും അല്ല എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ, എവിടെ വെച്ചോ വഴിതെറ്റിപ്പോയ എൻ്റെ മകൻ, എൻ്റെ പങ്കാളി, എൻ്റെ കുടുംബം, അതിനെ ഓർത്ത് കരയുവാനാണ് വന്നിരിക്കുന്നതെന്നായിരിക്കാം ഭൂരിപക്ഷ പേരും ചിന്തിക്കുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3-ാം ദിവസം എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ടു പോയത് ദൈവം നിങ്ങൾക്ക് തരുവാൻ തയ്യാറുള്ള ഒരു ദിവസമാണ് ഈ 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇവരെയൊക്കെ നഷ്ടപ്പെട്ടു പോയത്? എങ്ങനെയാണ് പ്രിയമുള്ളവരെ എൻ്റെ മക്കളെ, നമ്മുടെ മക്കളെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പ് എങ്ങനെയാണ് അവർ വഴുതിപ്പോയത്? ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യം പള്ളിയിൽ ഞാൻ ശുശ്രൂഷിച്ചിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു ഫാമിലിയെ വളരെ അടുത്തറിയാം. അപ്പനും അമ്മയും വലിയ ഉദ്യോഗസ്ഥരാണ്, ലക്ഷങ്ങൾ മാസം ശമ്പളം മേടിക്കുന്നവരാണ്. ഒറ്റ മകളേ ഉള്ളൂ. ഈ അപ്പൻ, തിരുവനന്തപുരത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ട്യൂഷന്റെ ഒരു കാലഘട്ടമാണ്. വെളുപ്പിനെ 5 മണി മുതൽ ട്യൂഷൻ തുടങ്ങും. ഈ അപ്പൻ എല്ലാ ദിവസവും സ്കൂട്ടറിൽ മകളെ ഇരുത്തിക്കൊണ്ട് ട്യൂഷന് പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വെളുപ്പിനെ 5 മണിക്ക് കൊണ്ട് ഒരു സാറിൻ്റെ അടുത്ത് ട്യൂഷന് വിടും. 6 മണി വരെ അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്യൂഷൻ സെന്ററിൽ കൊണ്ടുപോകും. പിന്നീട് അവിടെ നിന്ന് സ്കൂളിൽ കൊണ്ടുവിടും. വൈകിട്ട് സ്കൂളിൽ നിന്ന് വീണ്ടും ട്യൂഷൻ സെന്ററിൽ കൊണ്ടുപോകും. ഒടുവിൽ വിളിച്ചുകൊണ്ട് വരുന്ന ഈ അപ്പനെ ഞാൻ പലതവണ കണ്ടു. ഒറ്റ മകളേ ഉള്ളൂ. ഒരു ദിവസം പതിവ് പോലെ ഈ അപ്പൻ മകളുമായി പോയി. വൈകിട്ട് കാത്തു നിന്നു. ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന മകളെ നോക്കി നിന്നു. മകളെ കണ്ടില്ല. ഇയാൾ കൂട്ടുകാരോടൊക്കെ അന്വേഷിച്ചു, എന്തിയെ, എൻ്റെ മകൾ എന്തിയെ? അവർ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം കുറെ നേരം കൂടെ അവിടെയൊക്കെ നിന്നു, കണ്ടില്ല. ഒടുവിൽ വിഷമത്തോടെ തിരികെ വീട്ടിൽ വന്നു. ഇനി വീട്ടിൽ വന്ന് കാണുമോ? വീട്ടിൽ വന്നപ്പോഴും മോളെത്തിയിട്ടില്ല. മകളുടെ റൂം ചെക്ക് ചെയ്തപ്പോൾ മേശപ്പുറത്ത് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, എന്നെ അന്വേഷിക്കണ്ട പപ്പ, ഇനിയും എന്നെ അന്വേഷിക്കണ്ട. പിന്നീട് അദ്ദേഹം മനസ്സിലായി. അന്വേഷിച്ചപ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ കൂടെയാണ് ഈ മകൾ ഇറങ്ങിപ്പോയത്. ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന, ശമ്പളം മേടിക്കുന്ന ഒരു അപ്പൻ്റെയും അമ്മയുടെയും ഏക മകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. തകർന്നുപോയ മനുഷ്യൻ ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ, ഇപ്പോൾ പള്ളിയിൽ പോലും അങ്ങനെ അധികം വരാറില്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം വേറൊരു അച്ഛൻ എന്നോട് ഷെയർ ചെയ്തൊരു സംഭവം. അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഒരു ആന്റി തന്റെ കൂട്ടുകാരിയുടെ മകളുടെ മൊബൈൽ, 12 വയസ്സേ ഉള്ളൂ, ചുമ്മാ തമാശയ്ക്ക് ഒരു നല്ല കൂടിയ മൊബൈലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ഇവക്ക് എന്തിനാ ഇത്രയും കൂടിയ മൊബൈൽ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ എടുത്ത് ചെക്ക് ചെയ്തു. ഒരു ഞെട്ടിപ്പോയി. 30-ലധികം അശ്ലീല വീഡിയോസ്. 12 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ മൊബൈലിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, എത്രയെത്ര അനുഭവങ്ങൾ. എനിക്കറിയാവുന്ന വേറൊരു കുടുംബത്തിലെ കാര്യം കൂടി പറയാം. അവിടെയും ഇതുപോലെയാണ്. ഒറ്റ മകളാണ്. ഫോണിലൂടെ ഒരു ചെറുപ്പക്കാരനുമായി സ്നേഹത്തിലായി. ഒടുവിൽ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒടുവിൽ ഇവൾ പോയപ്പോൾ എന്താ പറയുക, ചേരികളിൽ താമസിക്കുന്ന ഒരു ഭവനം. അവനെ പറ്റി അറിയത്തില്ല, അവൻ്റെ വീടിനെ പറ്റി അറിയത്തില്ല. ഒടുവിൽ അവിടെ അവൻ്റെ അമ്മയുമായി ഇവൾ വഴക്കുണ്ടായി. അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോൾ സ്വന്തം വീട്ടിൽ കയറ്റുകയില്ല. ആ ചേരിയുടെ സൈഡിൽ ഒരു പ്ലാസ്റ്റിക് ടെന്റ് അടിച്ച് ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കി അവിടെ കഴിയുകയാണ്. ഇപ്പോഴും അങ്ങനെ ജീവിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, കർത്താവിൽ പ്രിയമുള്ളവരെ, ഇവർക്ക് നഷ്ടപ്പെട്ടത് മക്കൾ മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടത് മക്കൾ മാത്രമല്ല, സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ എത്രയോ പേർ, കുടുംബജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ എത്രയോ പേർ. ഞാൻ ഒരുപാട് പറഞ്ഞ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മദ്യപാനിയായ അപ്പൻ, എല്ലാ ദിവസവും വീട്ടിൽ വഴക്കാണ്. മകൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി. മകൻ അതിനേക്കാൾ വലിയ മദ്യപാനിയായി, തീരാ രോഗിയായി. ഇതൊക്കെ കണ്ട് നിശബ്ദമായി ഓരോ വെള്ളിയാഴ്ചകളിലും കരഞ്ഞു വന്ന് പ്രാർത്ഥിക്കുകയും തുടർച്ചയായി കുർബാന കൊള്ളുകയും ചെയ്യുന്ന ഒരു അമ്മയെ എനിക്കറിയാം. ഞാൻ ആലോചിക്കാറുണ്ട്, എന്ത് സ്വസ്ഥതയാണ് ഇവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത്. അവരെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന നാൾ മുതൽ ആദ്യം ഭർത്താവിൻ്റെ കുടി, മകന്റെ കുടി, മകളുടെ ഒളിച്ചോട്ടം, രോഗം, ഇതാ വീണ്ടും വഴക്ക്, പ്രശ്നങ്ങൾ. എന്നിട്ടും മുടങ്ങാതെ
ദൈവസന്നിധിയിൽ വരുന്ന ഒരമ്മ. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൽ പ്രിയമുള്ളവരെ, പ്രതീക്ഷയുടെ സകല കണികകളും നഷ്ടപ്പെട്ടു പോയ എത്രയെത്ര ഭവനങ്ങൾ, എത്രയെത്ര അനുഭവങ്ങൾ. ഇവിടെ ഹോശയ്യ പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട്, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുവാനുള്ള ദിവസമാണ് ഈ 3-ാമത്തെ ദിവസം എന്ന് പറയുന്നത്. മലാക്കി പ്രവാചകൻ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അരികിലേക്കും മടങ്ങി വരും. കർത്താവിൽ പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരണം. നഷ്ടപ്പെട്ടു പോയത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരണം. അങ്ങനെ ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, യാതൊരു സംശയവും വേണ്ട, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് ലഭിക്കും. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ബാലനായ യേശുവിനെ അവൻ്റെ അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു. പക്ഷെ 3-ാമത്തെ ദിവസം അവർ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തി. ഇന്ന് ദൈവ സന്നിധിയിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഈ പരിശുദ്ധമായ 3 നോമ്പിന്റെ ഈ 3-ാമത്തെ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നഷ്ടപ്പെട്ടു പോയത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നഷ്ടപ്പെട്ടു പോയത്? നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനമാണോ നഷ്ടപ്പെട്ടത്? നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷമാണോ നഷ്ടപ്പെട്ടത്? നിങ്ങളുടെ മക്കളെയാണോ നഷ്ടപ്പെട്ടത്? നിങ്ങളുടെ ഭർത്താവിനെയാണോ നഷ്ടപ്പെട്ടത്? എന്താണ് നിന്റെ നഷ്ടമെന്ന് ആദ്യം നീ തിരിച്ചറിയുക. ആ നഷ്ടപ്പെട്ടു പോയത് ദൈവം ഇന്ന് നിനക്ക് തിരിച്ചു തരും. ദൈവം മാടി വിളിക്കുകയാണ്. യെരമ്യാ പ്രവാചകൻ പറയുന്നു, വിശ്വാസത്യാഗിയായ മക്കളെ മടങ്ങി വരിക, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. പ്രവാചകരുടെ ദൈവം എത്രയെത്ര തവണ നമ്മളെ മാടി വിളിച്ചിട്ടുണ്ട്. കർത്താവിൽ പ്രിയമുള്ളവരെ, 1-ാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിനക്ക് അത് തിരികെ ലഭിക്കുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. അപ്പോൾ 3-ാമത്തെ ദിവസത്തെ 1-ാമത്തെ പ്രത്യേകത ഇതാണ്: നഷ്ടപ്പെട്ടു പോയത്, കാണാതെ പോയത് തിരികെ നമുക്ക് ലഭിക്കുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. രണ്ടാമത്, 3-ാമത്തെ ദിവസത്തിന്റെ 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിന് പണിയപ്പെടുവാൻ നീ പാകപ്പെടുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. ഒന്നുകൂടെ വിശദമാക്കാം. ദൈവത്തിന് പണിയുവാൻ നീ പാകപ്പെടുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ ഇസ്രായേൽ ജനതയോട് പറയുന്നുണ്ട്, ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. ഇസ്രായേൽ ദേവാലയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു തമ്പുരാൻ യഹൂദന്മാരോട് പറയുന്ന വാക്കുകളാണ്, ഈ മന്ദിരം നിങ്ങൾ പൊളിക്കുവിൻ, 3 ദിവസം കൊണ്ട് ഞാനത് പണിതു തരാം. പശ്ചാത്തലം നമുക്കറിയാം. യേശു ദേവാലയത്തിന്റെ പരിസരത്തിൽ കച്ചവടം നടത്തുന്നവരെ ഒരു ചമ്മട്ടി കൊണ്ട് അടിച്ചു പുറത്താക്കുകയാണ്. അപ്പോൾ യഹൂദന്മാര് ചോദിച്ചു, ഇങ്ങനെ ചെയ്യാം, നിനക്കിങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളമാണ് കാണിക്കുന്നത്? നിനക്ക് ഈ അധികാരം ആരാണ് തന്നത്? ഇങ്ങനെ നീ ദൈവപുത്രനാണെന്ന് പറയുവാൻ നിനക്ക് എന്ത് അടയാളം കാണിക്കുവാൻ കഴിയും? അപ്പോൾ യേശു പറയുന്ന വാക്കുകളാണ്, ഈ മന്ദിരം നിങ്ങൾ പൊളിച്ചു കളയുക, 3 ദിവസം കൊണ്ട് ഞാനത് പണിയാം. യഹൂദന്മാർ പരസ്പരം പറഞ്ഞു, 46 വർഷം കൊണ്ട് ഞങ്ങൾ പണിത ഈ മന്ദിരം 3 ദിവസം കൊണ്ട് ഇവൻ വീണ്ടും പണിയുമെന്നോ? ഇവൻ എന്താണ് ഈ പറയുന്നത്? യോഹന്നാൻ എഴുതുന്നു, ഒടുവിൽ അവന്റെ മരണശേഷം ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശു തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ പറ്റിയാണ് ആ പറഞ്ഞതെന്ന്. ശരീരമാകുന്ന മന്ദിരം പൊളിച്ചു കളയുക, 3 ദിവസം കൊണ്ട് ഞാനത് പണിയാം എന്ന് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് മന്ദിരങ്ങളിൽ പലപ്പോഴും ദൈവത്തിന് സ്ഥാനമില്ല. അത് നമ്മളാകുന്ന മന്ദിരമാണെങ്കിലും കൊള്ളാം, നമ്മൾ പണിത മന്ദിരങ്ങളാണെങ്കിലും കൊള്ളാം. ഇവിടെ ഒന്നും ദൈവത്തിന് പണിയുവാൻ
യാതൊരു സാഹചര്യങ്ങളുമില്ല. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തന്നെ ചില ചട്ടക്കൂട്ടുകളിലാണ്, സുരക്ഷിതത്തിന്റെ കൂടുകളിലാണ് നമ്മൾ ഇന്ന് ജനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കണക്കുകൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവന് 50 വർഷം ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇന്ന് പലപ്പോഴും അവനെ ജനിക്കാൻ പോലും അനുവദിക്കുകയുള്ളൂ എന്നാണ് ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത്. ആധുനിക തലമുറകൾ, ഇന്നത്തെ പുതിയ അപ്പനും അമ്മയും അല്ലെങ്കിൽ പുതിയ യുവദമ്പതികൾ, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കുഞ്ഞിന് ജീവിക്കുവാൻ ഒരു 10-25 വർഷത്തേക്കുള്ള സുരക്ഷിതമായ കാര്യങ്ങൾ ഒരുക്കിയതിന് ശേഷം മാത്രമേ അവനെ ജനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവന് ജനിക്കുവാനുള്ള അനുവാദം കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞുകൂടി ഉണ്ടെങ്കിൽ അവനെ എങ്ങനെ വളർത്തുമെന്നുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ സുരക്ഷിതത്വ ബോധം ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അബോർഷൻ എന്നുള്ള പേരിൽ കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് എന്നാണ് വളരെ അടുത്ത സമയത്ത് ഞാൻ വായിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഭയങ്കര കണക്ക് കൂട്ടലുകളാണ്, അതിഭീകരമായ കണക്ക് കൂട്ടലുകളാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, ഭൂരിപക്ഷം കണക്കുകളും ശരിയാകാറില്ല, ശരിയായിട്ടുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും കണക്ക് കൂട്ടി തന്നെ ജീവിക്കുകയാണ്. ഒരു ഡോക്ടർ ദമ്പതികളെ എനിക്കറിയാം. ഒറ്റ മകൻ ഒരു സുപ്രഭാതത്തിൽ അവൻ സൂയിസൈഡ് ചെയ്തു. അവൻ അവസാനം എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഐ ഹേറ്റ് മൈ ഡാഡി ആൻഡ് മൈ മമ്മി. ഞാൻ വെറുക്കുന്നു, എൻ്റെ അപ്പനെയും അമ്മയും വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പ് എഴുതി വെച്ച് മരിച്ച ഒരു യുവാവിനെ ഞാൻ കാണുകയാണ്. എവിടെ പോയി അവരുടെ കണക്ക് കൂട്ടലുകൾ? കുറെ വർഷങ്ങളിലേക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടി വെച്ചു. പക്ഷെ അതൊന്നും മേടിക്കുവാൻ കാത്തു നിൽക്കാതെ ഈ മകൻ യാത്ര പോയി. കർത്താവിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ ഉറുമ്പ് ധാന്യമണി കൂട്ടി വെക്കുന്നത് പോലെ ഒരു ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് നിങ്ങൾ കൂട്ടിവെക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മക്കൾ പറയുന്നു, ഞങ്ങൾക്കതൊന്നും വേണ്ട, അതിനേക്കാൾ കൂടുതൽ ഒരു മാസം ഞങ്ങൾക്കിന്ന് സാലറി കിട്ടുന്നുണ്ട്. നിങ്ങൾ 50 വർഷം കൂട്ടി വെച്ചതിനേക്കാൾ കൂടുതൽ എനിക്കിന്ന് ഓരോ മാസവും എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾ എനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എവിടെ പോയി നമ്മുടെ കണക്ക് കൂട്ടലുകൾ? എവിടെ പോയി നമ്മുടെ അധ്വാനങ്ങൾ എന്ന് പറയുന്നത്? കർത്താവിൽ പ്രിയമുള്ളവരെ, കണക്കുകൂട്ടലുകൾ പലപ്പോഴും തെറ്റിപ്പോവുകയാണ്. കണക്കുകൂട്ടലുകൾ പലപ്പോഴും പിഴച്ചു പോവുകയാണ്. യോന മത്സ്യത്തിന്റെ ഉള്ളിൽ 3 ദിവസം കിടന്നുവെന്ന് നമുക്കറിയാം. യോനയ്ക്ക് പല കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ദൈവം യോനയോട് പറഞ്ഞു, നീ നിനവയിലേക്ക് പോകാൻ. യോന കണക്ക് കൂട്ടി, ദൈവം അറിയാതെ ഞാൻ തർശസിലേക്ക് പോകുമെന്ന് തീരുമാനിച്ചു. അവന്റെ കണക്കുകൂട്ടലുകൾ കപ്പലിൽ വെച്ച് തെറ്റുകയാണ്. ദൈവം അവന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു കളഞ്ഞു. ഒടുവിൽ അവൻ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. കർത്താവിൽ പ്രിയമുള്ളവരെ, പലതും നമ്മൾ പണിയുന്നു. നമ്മുടെ ഭവനമാകട്ടെ മക്കളാകട്ടെ പലതും നമ്മൾ പണിയുന്നു. പക്ഷെ നമുക്ക് തന്നെ അറിയാം, പണിത് തുടങ്ങിയപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല പണിത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. നമ്മൾ പണിത് തുടങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിൽ ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഭംഗിയായും ചിട്ടയായും മക്കളെയൊക്കെ അതനുസരിച്ച് രൂപപ്പെടുത്തി വന്നു. എന്നാൽ പണിയുടെ അവസാന ഘട്ടമായപ്പോൾ നമുക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഞാൻ ഉദ്ദേശിച്ച രൂപത്തിലല്ലല്ലോ ഇത് മുന്നോട്ട് പോകുന്നത്, ഞാൻ ഉദ്ദേശിച്ച ആകൃതിയിലല്ലല്ലോ ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. വേദഭാഗം പറയുന്നു, നീ നിന്നെ തന്നെ പൊളിച്ചു കളയുക, നിന്റെ കണക്കുകൂട്ടലുകൾ പൊളിച്ചു കളയുക, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഒരല്പം സ്പേസ് ഇട്ട് കൊടുക്കുക. പലപ്പോഴും ഇങ്ങനെയാണ്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഒരല്പം സ്പേസ് പോലുമില്ല. ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നത്. എൻ്റെ നേരം വെളുക്കുന്നത് മുതൽ നേരം ഇരുട്ടുന്നത് വരെയുള്ള എൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ്. അങ്ങനെയെങ്കിൽ അവിടെ പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ എന്ത് സ്പേസ് ആണ് പ്രിയമുള്ളവരെ ഉള്ളത്? പലപ്പോഴും ഉദ്ദേശിക്കുന്നതല്ല നമുക്ക് ലഭിക്കുന്നത്. മർത്തോമ സഭയിലെ ക്രിസോസ്റ്റം തിരുമേനിയുടെ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെ ഒരുപാട് സ്പർശിച്ച
അദ്ദേഹത്തിൻ്റെ വളരെ എന്നെ ഇപ്പോഴും അത് എൻ്റെ മനസ്സിൽ പച്ചയോടെ ഓർക്കുന്ന അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ വരികയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അമേരിക്കയിൽ പോയ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ താമസിക്കാനിടയായി. അപ്പോഴവിടെ ക്രിസോസ്റ്റം തിരുമേനിയും അന്ന് അലക്സാണ്ടർ വലിയ മെത്രാപ്പോലി തിരുമേനിയും അവർ വർഷങ്ങൾക്ക് മുമ്പാണ്, അവർ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കാനിടയായി. അപ്പോൾ ഇദ്ദേഹം രാവിലെ ഒരു വീട്ടിൽ താഴെ ഇറങ്ങി വന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു കാറ് വന്ന് നിന്ന് 4-5 ചെറുപ്പക്കാർ ചാടി ഇറങ്ങി മുന്നോട്ട് വന്ന് തിരുമേനി പ്രോഗ്രാമിന് പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്നാൽ പോകാം എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരുടെ കൂടെ അദ്ദേഹം കാറിൽ കയറി യാത്രയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ഇവർ വിളിക്കാൻ വന്നത് ക്രിസോസ്റ്റം തിരുമേനി അല്ല, അലക്സാണ്ടർ വലിയ മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. അപ്പോൾ പക്ഷെ ഇവർ വന്ന് വിളിച്ചു, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് ഇദ്ദേഹം ചാടി ഇറങ്ങി പോയെന്നേ ഉള്ളൂ. അവരുടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞപ്പോൾ സോറിയൊക്കെ പറഞ്ഞു. വലിയ തിരുമേനിയെ പിന്നെ വേറെ വണ്ടി പോയി കൊണ്ടുവന്നു. എന്ത് തന്നെയായാലും ഇദ്ദേഹത്തെയും ഈ രണ്ടുപേരെയും സ്റ്റേജിൽ കൊണ്ടുവന്നു. അപ്പോൾ പ്രോഗ്രാം ആരംഭിച്ചു. വലിയ സദസ്സാണ്. അപ്പോൾ ഇവരിങ്ങനെ ഈ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന സമയത്ത് ക്രിസോസ്റ്റം തിരുമേനി പ്രസംഗിക്കാനായിട്ട് വന്നു. അപ്പോൾ ജനമെല്ലാം പ്രതീക്ഷിച്ചു ഇദ്ദേഹം എന്തെങ്കിലും തമാശ പൊട്ടിക്കുമെന്നിങ്ങനെ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അന്ന് പതിവ് വിപരീതമായി അല്പം സീരിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരു വലിയ അബദ്ധം ഇതാണ്. നമ്മൾ അന്വേഷിച്ചു പോകുന്നത് ദൈവത്തെ, പക്ഷെ കൊണ്ടുവരുന്നത് പിശാചിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്നത്തെ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നമ്മൾ അന്വേഷിച്ചു പോകുന്നത് ദൈവത്തെയാണ്, പക്ഷെ കൊണ്ടുവരുന്നത് പിശാചിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് എന്നെ സ്പർശിച്ച ചില വാക്കുകളായിരുന്നു. നമ്മളൊന്ന് ഓർത്ത് നോക്കുക, നമ്മൾ ഓരോ ഞായറാഴ്ചകളിലും നമ്മൾ ആരെ അന്വേഷിച്ചാണ്, ഇന്ന് നമ്മൾ ആരെ അന്വേഷിച്ചാണ് ദേവാലയത്തിൽ കടന്നു വരുന്നത്? ദൈവത്തെ അന്വേഷിച്ചാണ്. പക്ഷേ ഇവിടെ നിന്ന് ചിലപ്പോൾ ധ്യാനമന്ദിരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മിക്കവാറും ഭർത്താവും ഭാര്യയായിട്ട് എന്തെങ്കിലും നിനക്ക് നേരത്തെ വരാൻ വയ്യായിരുന്നോ, കൈമുത്തുന്നവരെ നീ എന്തിനാ അവിടെ നിന്നത് എന്ന് ഒരുപക്ഷെ വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും വീട്ടിൽ പോകുന്നത്. അല്ലെങ്കിൽ പള്ളികളിൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ പോകുന്ന വഴികളിൽ സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാക്കി പോകുന്ന എത്രയോ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ അന്വേഷിക്കുന്ന ദൈവത്തെയാണോ നമ്മൾ തിരികെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്? നമ്മൾ ആരെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? ഈ 3 ദിവസം നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് തിരികെ പോകുമ്പോൾ കൂടെ വരുന്നത് ദൈവാത്മാവിന് പകരം അശുദ്ധാത്മാവാണെങ്കിൽ നമ്മുടെ പ്രസംഗം അല്ലെങ്കിൽ നമ്മുടെ ധ്യാനം എത്രയോ വ്യർത്ഥം. പ്രിയമുള്ളവരെ, ദീർഘിപ്പിക്കുന്നില്ല, ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3-ാം ദിവസത്തിന്റെ പ്രത്യേകത ഇതാണ്. 2-ാമത്തെ പ്രത്യേകത ഇതാണ്: ദൈവത്തിന് പണിയുവാൻ നീ നിന്നെ തന്നെ നൽകുന്ന ദിവസമാണ് 3-ാമത്തെ ദിവസം. ദൈവത്തിന് പണിയുവാൻ നീ നിന്നെ തന്നെ നൽകുക. എൻ്റെ സുരക്ഷിതത്തിന്റെ കൂടുകൾ ഞാൻ മാറ്റുന്നു, എൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ ഞാൻ മാറ്റുന്നു, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പല കൂട്ടിവെച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റുന്നു. ദൈവമേ, നീ എന്നെ പണിതുകൊള്ളുക. അതാണ് യേശുക്രിസ്തു പറയുന്നത്. 46 വർഷം കൊണ്ട് നിങ്ങൾ പണിത ദേവാലയമല്ല, നമ്മൾ 46 വർഷം കൊണ്ട് 56 വർഷം കൊണ്ട് കൂട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല, അതൊക്കെ മാറ്റിവെക്കൂ. അത്ഭുതകരമായ മാറ്റം 3 ദിവസം കൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഞാൻ ആ ഭാഗവും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ യേശു തമ്മിൽ നമുക്ക് വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു രംഗമുണ്ട്. യേശു എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുരനായ മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുന്ന രംഗം. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ എന്ന് അവൻ നിലവിളിക്കുമ്പോൾ യേശു അവന്റെ അരികിൽ ചെന്ന് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, യേശുവേ, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് കാഴ്ച കൊടുക്കുന്ന മനോഹരമായ ഒരു രംഗമാണ്. അത് ജീസസ് എന്ന് പറയുന്ന ഫിലിമിൽ അത് ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. കർത്താവിൽ പ്രിയമുള്ളവരെ, യേശു വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? എന്തായിരിക്കും നമ്മുടെ മറുപടി? എനിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ളത് ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. ഇന്ന ബാങ്കിൽ എനിക്ക് ഇത്ര ബാലൻസ് ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇത്ര തോട്ടങ്ങളുണ്ട്, ഇന്ന പലിശകൾ മാസം എനിക്ക് ഇന്നത് കിട്ടും, ഇതൊക്കെ നമ്മൾ എല്ലാം ചേർത്ത് വെച്ചിരിക്കുകയാണ്. ദൈവം പറയുകയാണ്, എനിക്ക് പ്രവർത്തിക്കുവാൻ ഒരു സ്പേസ്, നിന്റെ ജീവിതത്തെ പാകപ്പെടുത്തുവാൻ ഒരല്പം അവസരം, ഒരു അല്പം സ്പേസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ?
മൂന്നാം ദിവസം എന്ന് പറയുന്ന ദിവസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്. ഞാൻ പറഞ്ഞു മൂന്നാം ദിവസം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കുന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം. രണ്ടാമത് ഞാൻ പറഞ്ഞു, മൂന്നാം ദിവസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന് പണിയുവാൻ നീ പാകപ്പെടുന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത്. മൂന്നാമത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് വാക്കുകളെ അവസാനിപ്പിച്ചു കൊള്ളാം. മൂന്നാം ദിവസത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗീയ അനുഭവത്തിലേക്ക് നീ ഉയർത്തപ്പെടുന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം. പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗീയമായ അനുഭവത്തിലേക്ക് നിന്നെ ദൈവം കൈപിടിച്ച് ഉയർത്തുന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ചരിത്രം കുറിച്ച ആ മൂന്നാമത്തെ ദിവസം. അന്ന് സ്ത്രീകൾ സങ്കടത്തോടെയാണ് കല്ലറയിലേക്ക് പോയത്. രക്ഷിതാവെന്ന പ്രതീക്ഷ നൽകിയവൻ ഇതാ പൂട്ടി സീൽ ചെയ്യപ്പെട്ട കല്ലറയ്ക്കുള്ളിൽ സങ്കടത്തോടെ അവർ കടന്നുപോയി. നമുക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു. സങ്കടത്തോടെ പോയവർ അത്ഭുത സ്തബ്ധരായി. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പാതാളത്തിന്റെ അനുഭവത്തിലായിരുന്ന അവർ, തങ്ങളുടെ രക്ഷകൻ മരിച്ചു എന്ന് കരുതിയിരുന്ന അവർ സ്വർഗീയമായ ആനന്ദത്തോടെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രഖ്യാപനവുമായി അവർ തിരികെ മടങ്ങിപ്പോയി. ഇതിന് സമാനമായ ഒരു സംഭവം നമുക്കറിയാം. നാളുകൾക്ക് മുമ്പ് യേശു തമ്പുരാൻ ബെഥന്യ എന്ന പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ താൻ സ്നേഹിച്ചിരുന്ന ലാസർ എന്ന് പറയുന്ന തന്റെ സ്നേഹിതൻ മരിച്ചത് അറിഞ്ഞിട്ട് അവരുടെ ഭവനത്തിൽ ചെന്നപ്പോൾ മറിയ വന്ന് പറയുന്നുണ്ട്, ഗുരു, കല്ലറയ്ക്കരികിലേക്ക് പോകണ്ട, 3 ദിവസം കഴിഞ്ഞു, നാറ്റം വെച്ചു തുടങ്ങി എന്ന് പറയുന്ന ഒരു രംഗം. നമുക്കറിയാം, യഹൂദന്മാരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം വരെ അവന്റെ ആത്മാവ് അവനോടുകൂടെ ഉണ്ടായിരിക്കും. 4-ാം ദിവസം എന്ന് പറയുന്നത് ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ദിനങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നു. അവിടെ യേശു നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കല്ലറയിലേക്ക് പോയി ലാസറിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന രംഗം നമ്മളൊന്ന് ഓർത്തു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ പാതാളത്തിന്റെ അനുഭവങ്ങളിലാണ് പലപ്പോഴും നമ്മൾ കരുതുന്നു, ഇനിയും എന്ത് മാറ്റം എൻ്റെ ജീവിതത്തിൽ ഈ ദൈവം ഉണ്ടാക്കാൻ. തകർന്നു പോയില്ലേ, തരിപ്പണമായി പോയില്ലേ, എൻ്റെ കുടുംബ ജീവിതം നശിച്ചു പോയില്ലേ, എൻ്റെ മക്കൾ വഴിപിഴച്ചു പോയില്ലേ, എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ, ഇനിയും എന്ത് ഉയർച്ചയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, ഇനി എന്ത് പ്രത്യേകതയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പാതാളത്തിന്റെ കുഴികളിലാണ്, നിരാശയുടെ കുഴികളിലാണ് പലപ്പോഴും ഞാനും നിങ്ങളും. അമേരിക്കയിലെ പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. നമുക്കറിയാം, ലോകത്തിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അവിടെ പറയുന്നത് 1500ഓളം ഫാക്കൽറ്റി, അധ്യാപകർ ഒരേ സമയത്ത് അവിടെയുണ്ട്. 14,000ഓളം ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റി. അതിൻ്റെ ചരിത്രം പറയുന്നത് ലീലൻ സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കാലിഫോർണിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നു, അവിടെ ബിസിനസ് ചെയ്തു, വിജയിച്ചു. ഒടുവിൽ അദ്ദേഹം അവിടുത്തെ സെനറ്ററായി വലിയ ഉയർന്ന നിലയിലേക്ക് അദ്ദേഹം എത്തി, വലിയ കോടീശ്വരനായി. അദ്ദേഹത്തിന് ഒരൊറ്റ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്റ്റാൻഫോർഡ് ജൂനിയർ എന്നാണ് അവൻ്റെ പേര്. ഒരിക്കൽ അപ്പനും അമ്മയും മക്കളും മകനുമായി ഒരു യാത്ര പോയി. ആ യാത്രയിൽ വെച്ച് ഇവന് ന്യൂമോണിയ പിടിപെട്ടു. 2 ദിവസത്തിനുള്ളിൽ ഈ ഒറ്റ കോടീശ്വരനായ ഈ മനുഷ്യൻ്റെ ഈ മകൻ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തോട് സഹതപിക്കുവാൻ ധാരാളം ആളുകൾ കടന്നു വന്നു. മകന്റെ ദുഃഖത്തിൽ സകലരും കരഞ്ഞു. തൻ്റെ ഭാര്യ കരഞ്ഞു കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിർത്തുക, നിന്റെ കരച്ചിൽ നിർത്തുക. ഇനിയും ഈ കാലിഫോർണിയയിലുള്ള എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ മോൻ മരിച്ചിട്ടില്ല, ഇനിയും ഈ കാലിഫോർണിയയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകളാണ്. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും ഒടുവിൽ അത് വളർന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഇന്ന് $320 കോടി എൻഡോമെന്റ് ഫണ്ടുള്ള പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞു വന്നത്, തകർച്ചയുടെ പടുകുഴികളിൽ നിന്നാണ് പലരും ജീവിതത്തിന്റെ ഉന്നതങ്ങളിലേക്ക്
കയറിയിട്ടുണ്ട്. പലരും എന്നുള്ളതല്ല, ഭൂരിപക്ഷം പേരും. വലിയ വിജയം നേടിയിട്ടുള്ള മനുഷ്യരുടെ തുടക്കമെന്ന് പറയുന്നത് തകർച്ചയുടെ, പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉള്ളതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ് വാക്കുകൾ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. വൈദികനായതിനു ശേഷം ഞാൻ തിരുവനന്തപുരത്ത് അടുത്താണ്, തിരുവനന്തപുരം ഭദ്രാസനത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് ആദ്യം തിരുമേനി എന്നെ വിട്ടത് പാലവെള്ള മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ കേന്ദ്രത്തിലാണ്. അത് മലങ്കര സഭയിൽ ഈ നാടാർ കമ്മ്യൂണിറ്റിക്കിടയിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തൊരു മിഷനാണ്. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഒരു ഞായറാഴ്ച അവിടെ പോയി. അവിടുത്തെ ചില സാഹചര്യങ്ങൾ കാരണം ഞാൻ അവിടെ പ്രവർത്തിക്കുവാൻ തയ്യാറാവുകയായി. അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ശാന്തമ്മ ദൈവം എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതായത് ഒരു സ്ത്രീ, തിരുവനന്തപുരത്തുള്ളൊരു സ്ത്രീയാണ്. ഇവർ പഠിപ്പിച്ചു, യേശു ക്രിസ്തു രണ്ടാമത് കടന്നു വന്നു, അത് ഞാനാണ്, ശ്യാമ എന്നാണ് ഇവരെ വിളിക്കുന്നത്. അങ്ങനെ ഈ പള്ളിയിലെ 90-ലധികം കുടുംബങ്ങൾ ഇവരെ യേശുവാണെന്ന് ആരാധിച്ച ഒരു പള്ളി, ഒരു കൊച്ചു പള്ളി. അവിടെ അപ്രതീക്ഷിതമായി ഒരു ഞായറാഴ്ച ഞാൻ പോയി. അവിടെ സാഹചര്യങ്ങൾ കണ്ടു, അവരുമായി ചില വഴക്കുകൾ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞാനിവിടെ പ്രവർത്തിക്കും. അങ്ങനെ ഒരു വാശിയുടെ പേരിൽ ഞാൻ ചെന്നൈയിലായിരുന്നു. തിരിച്ചു വന്ന് ഞാൻ അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു സമയത്ത് അവർ ഈ ശാന്തമ്മ ദൈവത്തിന് ഒരു അടുത്തൊരു പള്ളി, ഒരു ചെറിയൊരു പള്ളി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പള്ളി നശിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്നെ ചോദ്യം ചെയ്തു, ഈ യഥാർത്ഥ ദൈവം യേശു ആണെങ്കിൽ, ശ്യാമയല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളി എന്താ ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്നത്, ഈ പള്ളി എന്താ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാനൊരു ഞായറാഴ്ച വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം ഇവിടെ പണിയാൻ പോകുന്ന പള്ളി എന്താ നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാശിയുടെ പേരിൽ ഞാൻ ആ ഉള്ള പള്ളിയെല്ലാം പൊളിച്ചു കളഞ്ഞ്, എൻ്റെ കയ്യിൽ അന്ന് 900 രൂപയാണ് അവിടെ ക്യാഷ് ബാലൻസ് ഉള്ളത്. അങ്ങനെ ഇറങ്ങി. ദീർഘമായി പറയുന്നില്ല, ഞാൻ ആദ്യം ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കളക്ഷന് വേണ്ടി ഞാൻ പോയി. ഏകദേശം 26 ദിവസം ഞാൻ അവിടെ താമസിച്ചു. ഒരു കഷ്ടാനുവാഴ്ചയുമായി ബന്ധപ്പെട്ടാണ്. 14 ലക്ഷത്തോളം രൂപ അത്ഭുതകരമായി ദൈവം തന്നു. എന്നെ സന്തോഷിപ്പിച്ച കാര്യം, ഞാൻ അവിടെ ഒരു വലിയ ഭവനത്തിലാണ് താമസിച്ചത്. ഇവിടെ അടുത്തുള്ള ഒരാളാണ്, നിങ്ങൾ പേര് പറഞ്ഞ് നിങ്ങൾ അറിയും, പേരൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചു. എനിക്ക് പോകാൻ അദ്ദേഹം വാഹനം, എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ, ബോംബെയിൽ അങ്ങനെ വലിയ പരിചയമൊന്നും എനിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ പോലും അറിയാതെ എൻ്റെ ഭാര്യയും കൊച്ചമ്മയും കുഞ്ഞിനെയും അവർ ഫ്ലൈറ്റിൽ ബോംബെ കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. 3 മക്കളാണുള്ളത്. ഞങ്ങളൊരു വീട് പോലെ 10-20 ദിവസം കഴിഞ്ഞു. ഈ കളക്ഷൻ എല്ലാം ഭംഗിയായി. ഞാൻ സന്തോഷത്തോടു കൂടി തിരികെ വരാൻ ഒരുങ്ങുകയാണ്. നാളെ ഉച്ചയ്ക്ക് ട്രെയിനാണ്. പെട്ടെന്ന് മോക്ക് ഭയങ്കരമായ ഛർദിലായി. മോള് വല്ലാതെ തളർന്നു. ഞാൻ പറഞ്ഞു, സാരമില്ല, എനിക്ക് പോയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ ഇറങ്ങിയിട്ട് 1 മാസമായി, തിരിച്ചു പോയേ പറ്റൂ. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ പോണ്ട. അവർ പെട്ടെന്ന് തന്നെ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞങ്ങളെ കൊച്ചിയിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട്, ഈ പാലവള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കന്യാകുമാരിയുടെ അടുത്താണ്. ബോംബെ ജനത ട്രെയിനിൽ ഞങ്ങൾ വെളുപ്പിനെ അവിടെ നിന്ന് കയറുകയാണ്. ഞങ്ങൾ പോയി ട്രെയിൻ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോഴത്തേക്ക് ഞങ്ങൾ വല്ലാതെ തളർന്നു. പക്ഷെ ശരിക്കും ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് അടുത്ത സ്റ്റോപ്പിലാണ്. പക്ഷെ വളരെ തളർന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം, നമുക്ക് ഇവിടുന്ന് കാറ് പിടിച്ച് പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് പെട്ടിയൊക്കെ എടുത്ത് താഴെ ഇറങ്ങി ഒരു കാറ് വിളിച്ചു. ഞാൻ അവിടെ ഒരു വാടകയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ ചെന്നു. കാറിൽ നിന്ന് 2-3 ബാഗുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചു. ഞാൻ പറഞ്ഞു, കൊച്ചമ്മയോട് പറഞ്ഞു താക്കോലിങ് എടുക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ ഒരു കറുത്ത ബാഗ് എപ്പോഴും ഞാൻ തൂക്കിയിടും, ആ ബാഗിനകത്തല്ലേ. ഞാൻ പെട്ടെന്ന് ശരിയാണല്ലോ, കാറിനകത്ത് നോക്കിയ ബാഗില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, ട്രെയിനിൻ്റെ മേളിലത്തെ ബർത്തിലാണ് ഞാനത് വെച്ചിരുന്നത്. വീടിൻ്റെ താക്കോൽ പോയി. ഞാൻ ആദ്യമൊന്നും അത്ര സ്തംഭിച്ചില്ല, സാരമില്ല എന്ന് ചിന്തിച്ച് ഞാൻ അടുത്ത വേറൊരു വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ ഇടുത്തി പോലൊരു ചിന്ത കടന്നു വന്നത്. കഴിഞ്ഞ ദിവസം മോക്ക് വയ്യാതിരുന്നപ്പോൾ ഒരു ടാബ്ലറ്റിന് വേണ്ടി പെട്ടിയെല്ലാം ഞാൻ വീണ്ടും ഇളക്കി. പുള്ളി 1 മാസം കൊണ്ട് ഞാൻ കളക്ട് ചെയ്ത ചെക്കുകൾ, ക്യാഷുകൾ, DD-കൾ, ഇതെല്ലാം ഈ ബാഗിനകത്തൊരു ചെറിയ ഒരു ഹാൻഡ് ബാഗുണ്ട്. അതിനകത്ത് വെച്ച്, ദൈവമേ, അത് ഈ ബാഗിനകത്താണോ? ഞാൻ പെട്ടെന്ന് എൻ്റെ പെട്ടിയെല്ലാം ഞാൻ വലിച്ചിളക്കിയിട്ട് നോക്കി, അതിനകത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്താണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എനിക്കറിയത്തില്ല ബോംബെയിൽ ആരുടെയൊക്കെ വീട്ടിൽ ഞാൻ വിസിറ്റ് ചെയ്തു, ആരൊക്കെ എനിക്ക് എമൗണ്ട് തന്നു, ചെക്കുകൾ മാറിയിട്ടില്ല, DD മാറിയിട്ടില്ല, ഒന്നും തന്നെ അറിയത്തില്ല. ഞാൻ അവിടെ എൻ്റെ തല അപ്പം തന്നെ കറങ്ങി. ഞാൻ കട്ടിലെ പിടിച്ച് ഞാൻ അവിടെ നിലത്തവിടെ ഇരുന്നു. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു, അച്ഛാ എന്തോ പറ്റി? കാരണം അവിടെ ഉള്ളവരെല്ലാം പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ഞാൻ വെല്ലുവിളിച്ചിറങ്ങിയവനാണ്. ഞാൻ ബൈക്കിൽ നിന്ന് വീണാൽ ഉടനെ പറയും,
ക്ഷാമദൈവം എന്നെ തള്ളിയിട്ടു, അങ്ങനെയൊക്കെ പറയുന്ന ഒരു പാവം പിടിച്ച കുറേ ആളുകൾ, അവർക്ക് അവരുടെ അറിവിൽ നിന്ന് അവർ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പോൾ വെല്ലുവിളിച്ചിറങ്ങി എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു പള്ളി പണിക്ക് വേണ്ടി അച്ഛൻ പോയി കളക്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു, പണമടങ്ങിയ ബാഗ് മാത്രം കണ്ടില്ല, ബാക്കിയെല്ലാം കൊണ്ട് അച്ഛൻ തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ പറയുക? എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ. ഞാൻ എന്ത് ചെയ്യണം ദൈവമേ? ഞാൻ അച്ഛനായി 6 മാസം പോലും ആകുന്നതിന് മുമ്പുള്ള സംഭവമാണ്. എൻ്റെ ജീവിതം, ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എല്ലാവരും ചോദിച്ചു എന്താണ്? തിരുമേനി ആ സമയത്ത് എന്നെ ഫോൺ ചെയ്തു, അച്ഛൻ പോയിട്ട് തിരിച്ചു വന്നോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാൻ വയ്യ, ഞാൻ പിന്നെ വൈകിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായി അവിടെ ഒരു പരിമല തിരുമേനിയുടെയും ഗീവറിസാദയുടെയും മാതാവിൻ്റെ നാമത്തിൽ കുരിശുമൂട് ഞാൻ പണിതിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ ഇറങ്ങി ആ കുരിശുമൂടിൻ്റെ മൂട്ടി പോയി ഞാൻ വെറുതെ ഇരുന്ന് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ദൈവം എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വൈദികൻ എന്നുള്ള നിലയിൽ ഇനി ഒരു മനുഷ്യൻ്റെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതം തകർന്നു. ഞാനത് നിശ്ചയമായി ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു കൊറിയർ ഓഫീസിലെ ആളാണ്. അപ്പോൾ ട്രെയിൻ അടുത്തത് നാഗർകോവിൽ സ്റ്റേഷനിലെത്തും. ഞാൻ പെട്ടെന്ന് ഇദ്ദേഹത്തെ വിളിച്ചു, കൊറിയർ ഓഫീസിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ട്രെയിൻ ജയന്തി ഇപ്പോൾ അവിടെ വരും, അതിനകത്ത് S7 ഇന്ന കമ്പാർട്ട്മെൻറ്റിനകത്ത് കയറി മേളിൽ നോക്കണം, ഒരു ബാഗ് ഉണ്ടോ നോക്കാൻ. പുള്ളി ചോദിച്ചു എന്താണ് ബാഗിനകത്ത്? ഞാൻ പറഞ്ഞു കുറച്ച് പേപ്പറുകൾ. എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേപ്പറുകളെ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു അച്ഛാ ട്രെയിൻ ഇവിടെ നിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ഓടിച്ചെന്ന് അവിടെ നോക്കിയപ്പോൾ അതിനകത്തെങ്ങും ഈ ഒരു ബാഗില്ല. പുള്ളി പറഞ്ഞു എന്താണ് വെച്ചാൽ കാര്യം? ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാൻ വയ്യ. പുള്ളി ഉടനെ പറഞ്ഞു പേപ്പറുകളില്ല, അത് പോട്ട്. കാരണം ഈ തമിഴ്നാട്ടിൽ നിങ്ങൾക്കറിയാം, ഒരു സമയം കഴിഞ്ഞാൽ, ട്രിവാൻഡ്രം കഴിഞ്ഞാൽ ഭിക്ഷക്കാർ ഒരുപാട് പേര് ട്രെയിനിനകത്ത് കയറി ഇറങ്ങും. അവർ ഈ ബാക്കി ഇട്ടെങ്കിൽ സാധനങ്ങളൊക്കെ പറക്കി തൂക്കി വെക്കും. അപ്പോൾ ആ പുള്ളി തന്നെ പറഞ്ഞു അത് വല്ല ഭിക്ഷക്കാരുടെ പിള്ളേരുടെ കയ്യിൽ കിട്ടി കാണും. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരുന്നു, എനിക്ക് ഒന്നും മിണ്ടാൻ വയ്യ. അപ്പോൾ അതുവരെ എൻ്റെ കയ്യിൽ, ഞാൻ ബോംബെ പോയപ്പോൾ അവിടുത്തെ ഒരു സിം കാർഡാണ് ഞാൻ എടുത്തിട്ടത്. ഞാൻ ഒരു 10 മിനിറ്റും കൂടെ ഞാൻ അവിടെ ഇരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി ഈ തമിഴ്നാട്ടിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ സിം എടുത്ത് ഇടാമെന്ന് തോന്നി. ആ സിം അങ്ങോട്ട് ഇട്ടതും പെട്ടെന്നൊരു കോൾ വന്നു. ആരാണ് എന്നോടൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഞാനൊരു ഇന്ന ഫാദറാണ് ഇന്നത് പറഞ്ഞു ഞാൻ RPF പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, അതായത് റെയിൽവേ പോലീസ് സ്റ്റേഷൻ, കന്യാകുമാരി റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ചെറിയ ബാഗ് പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ഉടനെ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ അപ്പോഴേക്കും ഒരു ആശ്വാസമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ എൻ്റെ വിറയൽ മാറിയില്ല. കാരണം ചെക്കുകളാണ് മുഴുവനും, ആർക്ക് വേണമെങ്കിലും അത് എടുത്തിട്ട് ബാഗ് വലിച്ചെറിഞ്ഞിട്ട് പോകാം. എന്തോ ഭാഗ്യത്തിന് എൻ്റെ കുറേ വിസിറ്റിംഗ് കാർഡുകൾ ഞാൻ അടിച്ചിരുന്നു. നിറച്ച് വിസിറ്റിംഗ് കാർഡുകളുണ്ട്. ഞങ്ങൾ ബോംബെ പോയ ഫോട്ടോസ് ഒരുപാട് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ തിരികെ ഇതുപോലെ പെട്ടെന്ന് എൻ്റെ ബൈക്ക് എടുത്ത് ഞാൻ വേഗം അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ മേശപ്പുറത്ത് ഈ ബാഗ് വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു തുറന്നു നോക്കാൻ പറഞ്ഞു. ഞാൻ തുറന്നു നോക്കി, എൻ്റെ ഡയറികളുണ്ട്, പക്ഷെ അതിനുള്ളിലൊരു അറയുണ്ട്, അതിനകത്താണ് ഇത് വെച്ചിട്ടുള്ളത്. അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഈ കവറില്ല. ഞാൻ ആ SIയുടെ മുമ്പിൽ ഞാൻ ആ തല വെച്ച ആ ടേബിളിൽ ഞാൻ കടന്നു. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് എന്നെ തട്ടിയിട്ട് പറഞ്ഞു എന്ത് പറ്റി? തമിഴിലാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിതുപോലെ ബോംബെ പോയിട്ട് കുറേ ചെക്കുകൾ പോയി, ഒരു ചെറിയ ഇതും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. പുള്ളി ഒന്ന് ഡ്രോയ്ക്കകത്തുനിന്ന് ആ ബാഗ് എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അത് പറഞ്ഞതും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അന്നേരം തന്നെ ഒഴുകാൻ തുടങ്ങി. പുള്ളി ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ ചരിത്രങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു വെറുതെ മഫ്റ്റിക്ക് ഇറങ്ങിയതാണ് 2 പോലീസുകാർ. അവർ ചെന്ന് ഈ S7 നോക്കുമ്പോൾ കാണുന്നത് 2 പിള്ളേർ ഈ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഉടനെ വിളിച്ചു, നില്ലടാന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചപ്പോൾ അവർ ഈ ബാഗ് ഇയാളുടെ മുമ്പിൽ ഇട്ടിട്ട് ഇറങ്ങി ഓടിയതാണ്. അങ്ങനെയാണ് ഇവരുടെ കൈ കിട്ടിയ ഉടനെ ഇവർ ഈ വന്നിട്ട് ഈ നമ്പറിൽ കുറേ നേരം കൊണ്ട് വിളിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഒരു കോളും കൂടെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ വിളിച്ചതാണ്. ഫാദറിനെ എന്താ പറയുക, ദൈവം ഫാദറിൻ്റെ, എന്നോട് തമിഴ് പറഞ്ഞൊരു വാക്ക്, ദൈവം ഫാദറിൻ്റെ കൂടെ ഉണ്ട് എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് ഒരു സന്തോഷത്തിന് ഞാനൊരു തുക എടുത്ത് പുള്ളി പറഞ്ഞു എനിക്കൊരിക്കലും ഇത് വേണ്ടെന്ന് പറഞ്ഞു. ഇത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള, അതൊരു ക്രിസ്ത്യാനിയായിരുന്നു, അദ്ദേഹം ഒരു നാടാർ ക്രിസ്ത്യാനിയായിരുന്നു. ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ തിരിച്ച് ഞാൻ തിരുമേനിയോട് തിരുമേനി പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാളെ കുർബാന ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞല്ലോ, പാതാളത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഇത് ഞാൻ അനുഭവിച്ച, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു പാഠമാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യങ്ങളിൽ, നമ്മൾ തള്ളിക്കളയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ തന്നെ തീരുമാനിക്കും ഇനിയും എൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തിന് യാതൊരു സാധ്യതയുമില്ല, ഇനിയും എൻ്റെ ജീവിതത്തിൽ മാറ്റത്തിന് യാതൊരു സാധ്യതയുമില്ല, ഇനിയും എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിതം തിരികെ കിട്ടുകയില്ല, നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൻ ഇനിയും എൻ്റെ വീട്ടിൽ തിരിച്ചു വരത്തില്ല, നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരികെ കിട്ടുകയില്ല. നാം തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്
എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കുകയില്ല. പക്ഷെ വേദഭാഗം പറയുന്നു, ആ പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്ന് യേശു തമ്പുരാൻ മരണത്തിന്റെ അനുഭവത്തിൽ പാതാളത്തോളം ഇറങ്ങിയതുപോലെ പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗീയമായ അനുഭവത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ കെൽപ്പുള്ള ഒരു ദിവസമാണ് മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത്. നഥനയേൽ യേശുവിന്റെ അരികിൽ വരുമ്പോൾ നഥനയേലിനോട് യേശു പറയുന്നുണ്ട്, നഥനയേലേ, നീ ഇതിലും വലുത് നീ കാണും എന്ന് നഥനയേലിനോട് പറയുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഇത്തരം ചില കാര്യങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തെ വീറ്റോ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തെ തോൽപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ പലതും നിശ്ചയിച്ചുറപ്പിക്കുകയാണ്, ഇതൊന്നിനും യാതൊരു സാധ്യതയുമില്ല, ഇങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം പോകുന്നില്ല, നമ്മൾ തന്നെ നിശ്ചയിച്ച് ഉറപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ 3 നോമ്പിന്റെ ഈ അനുഭവത്തിൽ എനിക്ക് കൃത്യമായി നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്, മൂന്നാം ദിവസം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ദിവസമാണ്. മൂന്നാം ദിവസം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ദിവസമാണ്, അത് നമ്മുടെ ദിവസമല്ല. ദൈവം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദിവസമാണ്. വേദപുസ്തകത്തിൽ സമയമില്ലാത്തത് കൊണ്ടാണ്. ഇനിയുമുണ്ട് മൂന്നാം ദിവസത്തിൽ ദൈവം പ്രവർത്തിച്ച സംഭവങ്ങൾ. മൂന്നാം ദിവസത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ച സംഭവങ്ങൾ. ഞാൻ ആദ്യമേ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയത് ദൈവം തിരിച്ചു നൽകി. യേശു ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു, ആ യേശുവിനെ മൂന്നാം ദിവസം കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ആ നഷ്ടപ്പെട്ടു പോയത് മൂന്നാം ദിവസം തിരികെ തരാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. മൂന്നാം ദിവസത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്താണോ അത് ദൈവം നിങ്ങൾക്ക് തിരികെ തരട്ടെ. രണ്ടാമത് ഞാൻ പറഞ്ഞു, മൂന്നാം ദിവസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ദൈവത്തിന് പണിയുവാൻ നാം പാകപ്പെടുന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം. ദൈവത്തിന് പണിയുവാൻ നാം പാകപ്പെടുന്ന ദിവസമാണ് മൂന്നാം ദിവസം. നമ്മുടെ കണക്ക് കൂട്ടലുകൾ പിഴച്ചുപോയി, കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി. നമ്മുടെ മക്കളെ പറ്റി ഒരുപാട് കണക്ക് കൂട്ടി, എൻ്റെ ഭവനത്തെ പറ്റി ഞാൻ ഒരുപാട് കണക്ക് കൂട്ടി, എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ ഒരുപാട് കണക്ക് കൂട്ടി. ഈ 2 ദിവസങ്ങൾ ഞാൻ കണക്ക് കൂട്ടുകയായിരുന്നു. ഇവിടെ വേദഭാഗത്തിൽ പറയുന്നത് പോലെ 46 വർഷം മെനക്കെട്ട് പണിത ഈ യെരൂശലേം ദേവാലയം ഈ 3 ദിവസം കൊണ്ട് ഇവൻ പണിയുമെന്നോ? 50 വർഷം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ ജീവിതം ഈ 3 ദിവസം കൊണ്ട് ദൈവം മാറ്റുമെന്നോ? അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ വേദഭാഗം കൃത്യമായി പറയുന്നു, ദൈവത്തിന് പണിയുവാൻ നീ നിന്നെ ഒരുക്കുക, ദൈവത്തിന് പണിയുവാൻ നീ നിന്നെ ഒരുക്കുക. മൂന്നാം ദിവസം അവൻ നിന്നെ പണിയും. കുശവന്റെ കയ്യിലെ കളിമണ്ണ് ഏത് രൂപത്തിന് വേണ്ടിയും തയ്യാറായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ കയ്യിലേക്ക് നീ നിന്നെ തന്നെ ഏൽപ്പിക്കുക. മൂന്നാം ദിവസം ആ ദൈവം ഇറങ്ങി വരും. മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞു, പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗീയമായ അനുഭവത്തിലേക്ക് നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം. ഈ 3 ദിവസം പരിശുദ്ധമായ നോമ്പിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഒരുക്കത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ഉപവാസത്തോടുകൂടി ഈ നോമ്പിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് കൃത്യമായി ചിന്തിച്ചു ഉറപ്പിക്കുക, കൃത്യമായി ഹൃദയത്തിൽ കുറിച്ചു വെക്കുക, ഇത് ഇന്ന് ദൈവത്തിന്റെ ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുള്ള ഒരു ദിവസമാണ് ഈ ദിവസം. യേശുദമ്പ അതിനുവേണ്ടി പ്രവാചകൻ പറയുന്നത് പോലെ മടങ്ങി വരാം, ദൈവത്തിലേക്ക് മടങ്ങി വരാം. യോന ദൂരേക്ക് ഓടിയ യോന ദൈവത്തിലേക്ക് മടങ്ങി വന്നതുപോലെ പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. മൂന്നാം ദിവസത്തിലെ അത്ഭുതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും പ്രതീക്ഷയുടെ നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വാക്കുകൂടി നന്ദി അറിയിക്കുന്നു. എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച വന്യനായ ഔഗേൻ റംബാച്ചനോട്, ഞാൻ ഗുരുവിനെ പോലെ സ്നേഹിക്കുന്ന വന്യ റംബാച്ചനോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.